സാറ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും തോറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും തോറ്റു പഠിച്ച ആളാ. ജയിച്ചു. എന്തോ 10ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് മേടിച്ച് പാസ്സായി. സാറ് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണെന്ന് ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കേട്ടിട്ടുണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഭർത്താക്കന്മാർ പുറത്തൊക്കെ പോകുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭാര്യമാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുമല്ലോ. അപ്പോൾ ഈ പട്ടാളത്തിലേക്ക് സാറ് പോകുമ്പോഴത്തേക്ക് ഭാര്യ എന്താണ് പറയാറുള്ളത്? ഭാര്യയ്ക്ക് ഞാൻ ചോദിക്കാനുള്ള അവസരം കൊടുക്കാറേ ഇല്ല. ഞാൻ പറയുപോലുമില്ല ഞാൻ അങ്ങോട്ടാ പോകുന്നത്. അല്ല, ഭാര്യയ്ക്ക് ഇങ്ങനെ പട്ടാളത്തിലൊക്കെ പോകുന്ന പറയുമ്പോൾ പേടി ഉണ്ടാവില്ല, ചിലർക്ക് ഉണ്ടാകും അങ്ങനത്തെ ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ട്? ഇല്ല, പേടിയെന്നൊരു അങ്ങനെയുള്ളവളല്ല അവള് കുറച്ച് ചങ്കുറ്റമുണ്ട്. ഞാൻ ചെന്ന് വിട്ടിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും കാശ്മീർ, പഞ്ചാബ്, മിലിറ്റൻസി ഇങ്ങനെയുള്ള ഒരു ഏരിയയിലായതുകൊണ്ട് ആദ്യത്തെ ഓപ്പറേഷൻ കല്യാണം കഴിഞ്ഞ് ജനുവരി 7-ാം തീയതി ഞങ്ങൾ ഡൽഹിയിലെത്തുന്നു. അന്ന് ഞാൻ കമാൻഡോസിലാണ്. അപ്പോൾ അക്കോമഡേഷൻ കിട്ടാതെ ഡൽഹി മെസ്സിനകത്താണ് വിളക്ക് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് 45 കിലോമീറ്ററുണ്ട് എൻ്റെ യൂണിറ്റിലേക്ക്. അവിടെ പോയിട്ട് എനിക്ക് അന്ന് തിരിച്ചു വരാൻ പറ്റിയില്ല. കാരണം അവിടെ പോയപ്പോഴാണ് ഓർഡർ വരുന്നത്, പഴയ ഹോം മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സെയ്ദിയുടെ മകള് റുബയ്യ സെയ്ദി വാസ് കിഡ്നാപ്ഡ് എന്നുള്ളത്. അപ്പോൾ ആ കിഡ്നാപ്പിൻ്റെ ന്യൂസ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലായിട്ട് നമ്മുടെ സാധനം തോക്കും എടുത്തിട്ട് വണ്ടിക്കകത്തിട്ട് നമ്മൾ ഫ്ലൈറ്റും പിടിച്ച് നേരെ പോയി. സത്യം പറഞ്ഞാൽ ഈ ത്രില്ലിനകത്ത് ഞാൻ ഒന്ന് മറന്നു, വീട്ടിൽ എന്നെ കാത്തൊരു ഭാര്യ ഇരിപ്പുണ്ട്. കാരണം മറ്റത് അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സംഭവമൊന്നും ഇല്ലല്ലോ, കല്യാണം കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫീലില്ല. പിറ്റേ ദിവസമാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഹിതേഷ് ലാവ് എന്ന് പറഞ്ഞിട്ട്, എടാ നീ ഒരു പെങ്കൊച്ചിനെ അവിടെ വീട്ടിൽ മറ്റേ റൂമിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, വല്ലതും പറഞ്ഞോ, നീ പറഞ്ഞിട്ടാണോ പോയതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ്, ഓടാ ഹിത്തു, നീ പെട്ടെന്ന് പോയിട്ട് അവളെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിക്കോന്നത്. അപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കാണുന്നത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ അമ്മയും അച്ഛനും കൂടെ എത്തിയിരിക്കുന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആരോടും പറയാതെ ഭാര്യനെ അവിടെ ഇട്ടിട്ട് പോയി എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട്, അപ്പം ചെറിയ ഇതിൻ്റെ മുകളിൽ എൻ്റെ CEO ആയിട്ട് സംസാരിച്ച് അവളുടെ അച്ഛൻ പറഞ്ഞു, ഈസ് ലൈക്ക് ദിസ്, ഹീസ് നോട്ട് റെസ്പോൺസിബിൾ എന്നൊക്കെ പറഞ്ഞപ്പം അപ്പോൾ CEO പറഞ്ഞു, എന്നെ കൊണ്ടുപോലും അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഈസ് എ ജൂനിയർ മോസ്റ്റ് ഓഫീസർ ഔട്ട് ഹിയർ, പക്ഷേ ഹീ ഗോട്ട് എ ബിഗ് വോയിസ്, അതുകൊണ്ട് ഐ കാൻ ഡു എനിത്തിങ്. ഇത് അറിഞ്ഞിട്ട് ഞാൻ കീർച്ചക്രയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൊരു സീനുണ്ട്, ശ്രീകുട്ടി നീ അങ്ങയുടെ മകളാണെങ്കിൽ നീ ഇവിടെ വന്നു, എൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ കൂടെ വാ, ആ സീൻ അതായിരുന്നു. ഇന്ന് അനിത എൻ്റെ കൂടെ ഉണ്ട്, 34 വർഷമായി, 35ാമത്തെ വർഷമാവാൻ പോവാണ്. അപ്പം ഇല്ലെങ്കിൽ അന്ന് അവള് ആ സുഖം നോക്കിയിട്ട് അച്ഛൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അച്ഛനിപ്പം ഇല്ല, മരിച്ചുപോയി. സോ നിങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭർത്താക്കന്മാർ എപ്പോഴും വില്ലന്മാരാണ്. എന്നെ നോക്കിയില്ല, എൻ്റെ കാര്യം നോക്കിയില്ല, അത് നോക്കില്ല. ഈ ഭർത്താക്കന്മാർക്കുള്ള റെസ്പോൺസിബിലിറ്റി, ഒരു അച്ഛനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി, അച്ഛന്മാർ വെറും ഒരു ATM കാർഡ് മാത്രമാണ്. നിങ്ങൾക്ക് പൈസ ആവശ്യമുള്ള സമയത്ത് ഈ അച്ഛനെ നോക്കും, അല്ലാത്തപ്പം ഓക്കെ. പിന്നെ അച്ഛന് ചോദിച്ച് തന്നില്ലെന്ന് പറയുന്ന സമയത്ത് അച്ഛൻ ശത്രുവാകും. പക്ഷേ ഈ അച്ഛൻ ചോദിച്ചത് അന്ന് തരാത്തത് എന്തുകൊണ്ട്? അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. അച്ഛൻ പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് 3 ദിവസം ടെൻഷൻ അടിച്ചിട്ട് നടക്കുകയാണ്. അതാണ് അച്ഛനെന്ന് പറയുന്നത്. അമ്മ അങ്ങനെയല്ല. അപ്പോൾ ഈ 2 വ്യക്തികളും വേറെയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഭാര്യ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പദവി ഉണ്ടല്ലോ, ആ പദവിക്കകത്ത് നിങ്ങളൊരു അമ്മയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, ഒരു മകളുണ്ട്, അതും നിങ്ങൾ തന്നെ നോക്കണം. ഇതെല്ലാം പിന്നെ ഒരു ഭാര്യ എന്നുള്ള ആ പൊസിഷൻ, ഇതെല്ലാം നോക്കുന്ന സമയത്ത് യു ഗോട്ട് ടു ബാലൻസ് ഇറ്റ്. അപ്പോൾ എൻ്റെ ഡെഡിക്കേഷൻ ടുവേഴ്സ് കൺട്രി ആൻഡ് മൈ യൂണിഫോം, സോ യു സപ്പോർട്ട്. അവിടെയാണ് ഒരു ഭാര്യ രാജ്യസ്നേഹിയായിട്ട് മാറുന്നത്.